സ്റ്റുഡൻസ് വർക്ക് എനർജി പവറിൽ വർക്ക് എന്നാൽ എന്തെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഈസ് എനർജി, മെക്കാനിക്കൽ എനർജി. Mechanical energy is of two types, kinetic energy and potential energy. Kinetic and potential. അതിൽ ഫസ്റ്റ് നമ്മൾ കൈനറ്റിക് എനർജിയാണ് പഠിക്കാൻ പോകുന്നത്. കൈനറ്റിക് എനർജി, കൈനറ്റിക് മീൻസ് മോഷൻ എന്നാണ്. സോ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. ഒരു വസ്തു അതിൻ്റെ മോഷൻ മൂലം പൊസസ് ചെയ്യുന്ന എനർജി, ഡ്യൂ ടു മോഷൻ ഓഫ് എ ബോഡി. ഒരു വസ്തുവിൻ്റെ മോഷൻ മൂലം അത് പൊസസ് ചെയ്യുന്ന എനർജിക്കാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വസ്തു എന്ന് പറയുമ്പോൾ മാസുള്ള ഒരു വസ്തു v വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. മാസുള്ള ഒരു വസ്തു v വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, യൂഷ്വലി കൈനറ്റിക് എനർജി K എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. K is equal to half mv². കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് half mv² half mv². ഇത് ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ശരിക്കും കൈനറ്റിക് എനർജി half mv²ൽ ഹാഫും എമ്മും സ്കേലാർ ആണ്. ഹാഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഡിജിറ്റ് നമ്പർ, എം എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ v² എന്ന്, പക്ഷേ v എന്താണ്? v ഒരു വെക്റ്ററാണ്. v എങ്ങനെയാണ് v² ആകുന്നതെന്ന് നോക്കുക. വെക്റ്റർ v ഡോട്ട് വെക്റ്റർ v ആണ് v². അപ്പോൾ നമ്മൾ a.v പഠിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് v.v എന്താണ്? v.v എന്ന് പറഞ്ഞാൽ a.v എന്താണ്? ab cos θ. അല്ല, v.v എന്തായിരിക്കും? വെക്റ്റർ വിയുടെ അളവ്, അത് v എന്ന് എഴുതും. അടുത്തത് വെക്റ്റർ വിയുടെ അളവ്, അതും v എന്ന് എഴുതും. a.b, ab, അതുപോലെ v cos θ. θ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദോസ് ടു വെക്റ്റേഴ്സ്. ഇവിടെ വിയും വിയും രണ്ടും ഒരേ വെക്റ്ററാണ്. അപ്പോൾ v ഇങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരെണ്ണമാണ്, അതേ ഡയറക്ഷൻ തന്നെയാണ്. v.v ഒരേ വെക്റ്ററിനെ രണ്ട് തവണ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 0 ആയിരിക്കും. നമ്മൾ അന്ന് പറഞ്ഞതാണ് അതൊക്കെ. a.b എന്നാൽ ab cos θ ആണ്. a.a എന്നാൽ a² ആണ്. b.b എന്നാൽ b² ആണ്. i.i എന്നാൽ i² ആണോ? അല്ല, i.i എന്നാൽ 1 × 1 ആണ്. j.j 1 × 1, അതായത് 1 ആണെന്നൊക്കെ പറഞ്ഞാണ്. സോ v.v എന്ന് പറഞ്ഞാൽ cos 0 1 ആയതുകൊണ്ട് അതെന്തായി പോകും? v² ആയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹാഫ് mv² എനിക്ക് എങ്ങനെ എഴുതാം? ഹാഫ് m × v.v. അപ്പോൾ നമ്മൾ ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് പഠിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വർക്ക് എനർജി പവർ, ഇത് മൂന്നും സ്കേലാർ പ്രോഡക്റ്റുകളാണ്. ഇപ്പോഴും മനസ്സിലായല്ലോ എനർജിയും എന്താണ്? സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് വെലോസിറ്റി വെക്റ്റേഴ്സാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് വെക്ടോറിയലായിട്ട് എഴുതാം. അറിയാം എനർജി ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന്. നിങ്ങൾക്ക് ഇനി പറയേണ്ട കാര്യമില്ല, ഇത് സ്കേലാർ ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂളാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വർക്കിൻ്റെ കേസിൽ വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂട്ടൺ മീറ്ററാണ്. ആ ന്യൂട്ടൺ മീറ്ററിനെയും നമുക്ക് എന്തായിട്ട് പറയാം? വർക്ക് എനർജി തിയറം വെച്ച് നോക്കുമ്പം ജൂളാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ഓർ ജൂളാണ്, എനർജിയുടെ യൂണിറ്റും ജൂളാണ്. കൈനറ്റിക് എനർജി ആവട്ടെ പൊട്ടൻഷ്യൽ എനർജി ആവട്ടെ, എന്തായാലും ജൂള് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കൈനറ്റിക് എനർജി ഏതൊരു മോഷൻ മൂവ് ചെയ്യുന്ന ബോഡിക്കുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിനെയും വെലോസിറ്റിയാണ്. എന്നാൽ നമ്മൾ ഇതിനോടൊപ്പം പറയുമ്പോൾ നമുക്കറിയാം ഈ കൈനറ്റിക് എനർജിക്ക് ഒരു ചെറിയ മാറ്റം ഒന്ന് വരുത്തി നോക്കാം. ഹാഫ് mv²ൽ ഹാഫ് m × v² കൂടെ ഞാൻ ഒരു m കൊണ്ട് ഇൻറ്റു ചെയ്യുകയും m കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല, വേണേൽ വെട്ടിയും കളഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ. ഇനി നമ്മൾ ഒന്നുകൂടെ നോക്കിയേ, 1/2 ഇതിൽ ഡിനോമിനേറ്റർ കിടക്കുന്ന m ഇതിനോടൊപ്പം ചേർത്ത് എഴുതിയിട്ട് m × m² v². അതിനെ എങ്ങനെ എഴുതാം? mv² എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടെ? വാട്ട് ഇസ് mv? മൊമെൻറ്റം. സോ p²/2m. സോ കൈനറ്റിക് എനർജിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇക്വേഷനാണ് p²/2m. ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്, k = p²/2m. എന്നാൽ മാസും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ ഹാഫ് mv². ഈ രണ്ട് ഇക്വേഷനും
എപ്പോഴും നമുക്ക് വേണ്ടുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ച് പഠിക്കേണ്ടതാണ് കേട്ടല്ലോ. കൈനറ്റിക് എനർജി വെലോസിറ്റിയുടെ ടൈമിൽ എഴുതാൻ പറഞ്ഞാൽ ½ അതല്ല കൈനറ്റിക് എനർജി മൊമെൻറ്റത്തിൻ്റെ ടൈമിൽ എഴുതാൻ പറഞ്ഞാൽ p²/2. ഈ p²ഉം p വെക്ടറാണ്, p.p ആണ്, p²/2. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എന്നാൽ ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ സ്കൂൾ തലത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ഓർ എനർജി സ്റ്റോർഡ് ബൈ എ ബോഡിയാണ്. ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഊർജ്ജമാണ് ശരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സ്റ്റോർഡ് എനർജിയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, സ്റ്റോർഡ് എനർജിയാണ്. അപ്പോൾ എനർജി എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാം? എനർജി ഒരു വസ്തു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അത് എത്ര ഹൈറ്റിലിരിക്കും. ഈ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മാസുള്ളൊരു വസ്തുവിനെ നമ്മൾ എങ്ങോട്ടെടുത്തെറിഞ്ഞാലും അതെവിടെ വന്നാണ് നിൽക്കുന്നത്? ഗ്രൗണ്ടിൽ തിരിച്ചെത്തുക ചെയ്യുന്നത്. സോ എർത്ത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു സ്റ്റേബിൾ പൊസിഷനാണ് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വസ്തു ഗ്രൗണ്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് അത് ഇക്വിലിബ്രിയത്തിൽ സ്റ്റേബിളാണ്, അതിന് എനർജി ഏറ്റവും കുറവാണ്, അല്ലെങ്കിൽ എനർജി വേണമെങ്കിൽ നമുക്കില്ല എന്ന് ഇവിടെ ഒരു രീതിയിൽ പറയാൻ പറ്റും. അഡീഷണൽ ആയിട്ടുള്ള ഊർജം ഇല്ല. എന്നാൽ അവിടെ നിന്നൊരു ഹൈറ്റിലേക്ക് വസ്തുവിനെ ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ ആ വസ്തുവിന് കിട്ടുന്ന ഒരു അഡീഷണൽ ഊർജ്ജമുണ്ട്. അതതിൻ്റെ ഹൈറ്റ് കൊണ്ട്, ആ പൊസിഷൻ കൊണ്ട് കിട്ടുന്നതാണ്. സോ അത്തരത്തിൽ പൊസിഷൻ കൊണ്ട് ഒരു വസ്തുവിൽ എനർജി സ്റ്റോർ ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു സ്പ്രിങ്ങാണ് കണ്ടോ. ഈ സ്പ്രിങ്ങിൻ്റെ ഒരറ്റം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ളൊരു ടേബിളാണിത്. എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റത്തൊരു ഒരു ബ്ലോക്ക് ഓഫ് മാസ് കണക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നൗ ഇറ്റ് ഇസ് സ്റ്റേബിൾ ഹിയർ. ഇതിപ്പോൾ ഇങ്ങനെ അനങ്ങാതെ ഇവിടെ ഇരിക്കുകയാണ്, നോ പ്രോബ്ലം. ഇവിടെ നിന്ന് ഇവിടെ വരെ അതിൻ്റെ ലെങ്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മളൊരാൾ ഒരു ചെറിയൊരു പുള്ളിങ് ഫോഴ്സ് ഇവിടെ ഇതിനെ പിടിച്ച് ഇങ്ങടേക്ക് വലിക്കുന്നു. സ്വാഭാവികമായിട്ട് വലിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്ത് മാസ് ഇവിടം വരെ വന്നു. ഇത് കാണുമ്പോൾ അറിയാം ഇത് സ്ട്രെച്ച്ഡ് ആണെന്ന് കാണുമ്പോൾ അറിയാം. സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് L ചേഞ്ചസ് ടു L പ്ലസ് സംതിങ് എന്ന് വരികയും ചെയ്യും. എന്നാൽ ഇത് നമ്മൾ ഈ പുള്ളിങ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്താലോ ഉടനെ തന്നെ അത് തിരിച്ചിങ്ങടേക്ക് വരാൻ ശ്രമിക്കും. ഈ സർഫസ് ഒരു ഫ്രിക്ഷൻലെസ് ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യും? ഇത് ഇങ്ങടേക്കും ഓസിലേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ഇവിടെ തന്നെ വന്നങ്ങ് നിൽക്കും. മനസ്സിലാവുന്നോ? അപ്പോൾ നമ്മളിതിന് ഡിസ്റ്റർബൻസ് ആയ പുള്ളിങ്ങോ അല്ലെങ്കിൽ പുഷ് ചെയ്ത് കംപ്രഷൻ കൊടുക്കുകയോ ഒക്കെ ചെയ്താലും ആഫ്റ്റർ യു റിലീവ് ദാറ്റ് പുഷ് ഓർ പുൾ, അത് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വന്ന് പഴയ സ്ഥാനത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെന്താണ് അതിൻ്റെ ഒരു സ്റ്റേബിൾ പൊസിഷനാണ്. ആൻഡ് ദിസ് എക്സ് ഇസ് ഈക്വൽ ടു 0 പൊസിഷൻ. അതായത് ഇവിടെ അഡീഷണൽ ആയിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഈ പൊസിഷനെ നമ്മൾ മീൻ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയും. അത്തരത്തിൽ എല്ലാ വസ്തുക്കൾക്കും കംഫർട്ടബിളായ ഒരു സ്റ്റേബിൾ പൊസിഷനുണ്ട്. അവിടെ നമ്മൾ എന്താ പറയുന്നത്? അഡീഷണലായ ഒരു എനർജി സ്റ്റോറിങ് അതിനില്ല എന്ന് പറയും. സോ വെൻ ഇറ്റ് ഇസ് ഡിസ്പ്ലേസ്ഡ്, ഈ ഒരു മീൻ പൊസിഷനിൽ നിന്ന് ഏതൊരു വസ്തു എപ്പോൾ ഡിസ്പ്ലേസ് ചെയ്താലും അയാളിൽ എന്ത് കിട്ടും? ഒരു ഊർജം അവിടെ സ്റ്റോർ ചെയ്യപ്പെടും, എനർജി സംഭരിക്കും. അപ്പോൾ അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വലിച്ചിവിടെ കൊണ്ടുവന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ ഇതിനകത്തൊരു ഊർജം സംഭരിക്കപ്പെടും. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിച്ചാൽ, മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യിച്ചാൽ എല്ലാ വസ്തുക്കളിലും എന്ത് കിട്ടും? എനർജി അഡീഷണലായി സ്റ്റോർ ചെയ്തിരിക്കും. ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇതിനെ വലിച്ചു നിർത്തുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് നിർത്തുന്നതിന് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നതിന് പകരം നമ്മൾ പറയുന്നത് അതിനൊരു സ്ട്രെയിൻ കൊടുക്കുന്നു എന്നാണ്. എന്താ പറയുന്നത്? സ്ട്രെയിൻ. അതിൻ്റെ സ്റ്റേറ്റ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒന്നുകിൽ സ്ട്രെയിൻഡ് ആണെന്നാണ് പറയുന്നത്. വലിച്ചു വെച്ചാലും കംപ്രസ് ചെയ്താലും അത് സ്ട്രെയിൻഡ് ആണ്. സോ അതുകൊണ്ട് ഇതിന് നമ്മൾ പറയും സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറയും. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. അപ്പം പൊസിഷൻ മൂലവും എനർജി സ്റ്റോർ ചെയ്യാം, സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ മൂലവും എനർജി സ്റ്റോർ ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ട്രെച്ച്ഡ് ബോ. ബോ അറിയാമല്ലോ. ബോ ആൻഡ് ആരോ പറഞ്ഞൂടെ? അമ്പൊന്നുമില്ല. അപ്പോൾ ഈ സ്ട്രെച്ച്ഡ് ബോ എന്ന് പറയുമ്പോൾ ആ ബോൻ്റെ എന്താണ് ത്രെഡ് ഉണ്ടല്ലോ, നൂല്, അതിനെ ആരോ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുക ചെയ്യുന്നത്.
നിങ്ങൾക്ക് അറിയത്തില്ലേ അത്? അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആരോ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് നിർത്തിയാൽ ഇതിങ്ങനെ സ്ട്രെച്ച്ഡായിട്ട് നിൽക്കുക ചെയ്യും. ഈ സമയത്ത് ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ബോൻ്റെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ എന്തായിരിക്കും, ആ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോർഡ് എനർജി ആണ്ടത് എന്ത് എനർജി ആയിരിക്കും, പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനി വെൻ യു റിലീസ് ദ ആരോ, ഈ ആരോ എപ്പോഴാണോ നിങ്ങൾ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് ഈ ബോയിൽ നിന്ന് കിട്ടുന്ന, സ്ട്രെച്ച്ഡ് ബോയിൽ നിന്ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി ആ ആരോ വഹിച്ചുകൊണ്ട് എന്തായി മൂവ് ചെയ്യും, കൈനറ്റിക് എനർജിയായി മുന്നേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആരോന് വേണ്ടുന്ന കൈനറ്റിക് എനർജി ഓഫ് ആരോയ്ക്ക് കിട്ടുന്ന, ആരോയുടെ കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, സ്ട്രെച്ച്ഡ് ബോയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിന് മനസ്സിലാവുന്നു? അപ്പോൾ അത്തരത്തിൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ മൂലമോ പൊസിഷൻ മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ ഒക്കെ വസ്തുവിന് കിട്ടുന്ന സ്റ്റോർഡ് എനർജിക്ക് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഇൻ എ ഫോഴ്സ് ഫീൽഡ്. ഒരു ഫോഴ്സ് ഫീൽഡിലായിരിക്കണം, അല്ലാതെ ചുമ്മാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനിവിടെ എച്ച് ഹൈറ്റിൽ ഉയർത്തുമ്പോൾ എന്ന് പറയുന്നത് ആ വസ്തുവിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് ഉയർത്തുന്നത്. ഫോഴ്സ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലം അവിടെ കിട്ടണം എന്നെങ്കിലേ നമുക്കത് പറയാൻ പറ്റും. അപ്പം ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഇൻ എ ഫോഴ്സ് ഫീൽഡ് ഓർ ഡ്യൂ ടു സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, ഇതിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ എനർജി സ്റ്റോർഡ് ഓർ പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഇസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി നിങ്ങൾ അത് അറിയുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിലേക്കൊന്ന് പോകാം. അതായത് എർത്തിൻ്റെ നിയറസ്റ്റ് സർഫസിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ, ഇതാണ് നമ്മളുടെ എർത്ത് അതിൻ്റെ സർഫസിൽ മാസുള്ളൊരു വസ്തു ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ഗ്രൗണ്ട് എന്ന കൺസെപ്റ്റ് എടുത്താൽ ഇവിടെ നമ്മൾ ഊർജം അതിന് തൽക്കാലം 0 അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ എടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ മാസുള്ള വസ്തുവാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വസ്തുവിനെ ഈ എർത്ത് എന്ത് ചെയ്യും, വെർട്ടിക്കലി ഡൗൺ ആയി ഒരു ബലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും കിട്ടും. അപ്പോൾ മാസുള്ളൊരു വസ്തു എർത്തിൻ്റെ ഫീൽഡിൽ എവിടെയായാലും ഇപ്പം തന്നെ ഈ സർഫസിൽ കുത്തിയിരിക്കണം എന്നില്ല. മാസുള്ള വസ്തു ഇപ്പോൾ എയറിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് mg ബലം കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ സർഫസിലിരിക്കുന്നു, അതിന് mg എന്ന് പറയുന്ന ഒരു ബലം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, എർത്തിൻ്റെ ഗ്രാവിറ്റി ആണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് താഴേക്ക് ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഇതിനെ കുറച്ച് ദൂരം മുകളിലേക്ക്, കുറച്ച് ദൂരമേ നമ്മൾ പറയാവൂ, h ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് h എന്ന് പറയുന്നത് ഇവിടെ വളരെ ചെറുതാണ്. ആരെ അപേക്ഷിച്ചാണെന്നറിയാമോ? ഈ എർത്തിൻ്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ, എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, അതിൻ്റെ റേഡിയസിനെ വെച്ച് നോക്കുമ്പോൾ h വളരെ സ്മോൾ ആയിരിക്കും, കുറച്ച് ഹൈറ്റ് ഉയർത്തുന്നു. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉയർത്തുന്നു എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഇത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാലും ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് mg തന്നെ ആയിരിക്കും, വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ചെറിയൊരു ഹൈറ്റിലേക്ക് ഇങ്ങനെ ഉയർത്തുന്നതായിരിക്കും. അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ഗ്രൗണ്ടിലിരിക്കുന്നു, 0 ലെവലാണ്, ഹൈറ്റ് ഇല്ല. ഇവിടുന്ന് h ഹൈറ്റിലേക്ക് ഉയർത്തിയാണ് എന്ന് പറയുന്ന പോയിന്റിൽ ഈ മാസിനെ കൊണ്ടുവയ്ക്കുന്നത് എങ്കിൽ നമ്മൾ നിശ്ചയമായും എന്ത് ചെയ്യണം, നമ്മൾ ഉയർത്തിയല്ലേ ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊടുക്കണം. എന്താ കാര്യം? കാരണം എല്ലാ സമയത്തും ഈ മാസിനെ ഭൂമി താഴേക്ക് ഒരു ബലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് mg ആണ്. അപ്പോൾ നമ്മൾ എത്ര ബലമാണ് തിരിച്ചു കൊടുക്കേണ്ടത്, അതേ mg മുകളിലേക്ക് കൊടുക്കണം. ഓക്കെ, സോ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് തുല്യമാണ്. അതുകൊണ്ട് you have to apply some force here, that is F is equal to mg ഫോഴ്സ് തന്നെ നമ്മൾ തിരിച്ചു മുകളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ അത് ഡിസ്പ്ലേസ് ചെയ്ത് എയിലെത്തുമ്പോൾ what is the work done there? Work done is force into distance, and here the force applied എന്ന് പറയുന്നത് നമ്മൾ മുകളിലേക്ക് കൊടുക്കുകയാണ്, ഫോഴ്സ് is mg and distance traveled is h, so mgh. അങ്ങനെ ഇത് ഇവിടെ വന്ന്
എന്ന് വിചാരിക്കുക. ഇവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ പൊസിഷൻ മൂലം ഇതിന് കിട്ടുന്ന ഈ വർക്ക് പൊസിഷൻ മൂലം ആരായി മാറും? ആ എനർജിയായി സ്റ്റോർ ചെയ്യുകയും ആൻഡ് ദിസ് എനർജി ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. തൽക്കാലം വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു? വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ദ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ ബോഡി അറ്റ് എ ഹൈറ്റ് h ഫ്രം എർത്ത് സർഫസ് എന്ന് പറയുന്നത് mgh ആയിരിക്കും. മനസ്സിലായോ? mgh ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ് mgh എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ എച്ച് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരുന്നാലോ കറസ്പോണ്ടിങ് ആയി പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് മാറും. സോ ഈ സർഫസ് ലെവലിൽ നിന്ന് ഒരു ചെറിയ ഹൈറ്റിന് ഒരു ചെറിയ ഊർജ്ജം, കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയാൽ കുറച്ചുകൂടെ ഊർജ്ജം വരികയാണ് ചെയ്യുന്നത്. സോ ഹിയർ എച്ച് ഇസ് എ വേരിയബിൾ. എച്ച് ഒരു വേരിയബിളാണ്. എച്ച് എന്താണ്? ഒരു വേരിയബിളാണ്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് എച്ച് എന്ന് പറയാം. പൊട്ടൻഷ്യൽ എനർജി ആരാണ്? ഫങ്ഷൻ ഓഫ് എച്ച്. അതായത് എച്ച് മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൊട്ടൻഷ്യൽ എനർജി വിയെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഡി ബൈ ഡി ടി എച്ച് അല്ല, വേരിയബിളായ എച്ച് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഡി ബൈ ഡി എച്ച് ഓഫ് വി ചെയ്താൽ എന്ത് വരും? ഡി ബൈ ഡി എച്ച് ഓഫ് വി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തോ നമുക്ക് കിട്ടിയ mgh എന്ന് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എച്ച് ഹൈറ്റ് വരെ പോകുമ്പോഴും ഇതിൻ്റെ ഫോഴ്സ് അപ്ലൈഡ് എഫ് എന്ന് പറയുന്നത് mg ആണ്. കാരണം എച്ച് വളരെ ചെറുതാണ് എർത്തിൻ്റെ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെയും ഒക്കെ എർത്തിന് ഈ വസ്തുവിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg തന്നെ ആയിരിക്കും. സോ mg ക്യാൻ ബി ടേക്കൺ ഔട്ട് ആൻഡ് ഡി ബൈ ഡി എച്ച് ഓഫ് എച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഡി ടി ബൈ ഡി ടി ആണെങ്കിൽ 1 ആകും എന്നൊക്കെ. ഡി എച്ച് ബൈ ഡി എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. സോ ഇറ്റ് ഇസ് mg ഈസ് വാട്ട്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമുക്കിവിടെ ഒരു റിലേഷനും കൂടെ പറയാം. പൊട്ടൻഷ്യൽ എനർജിയും അതിന് കാരണക്കാരനായ ഫോഴ്സും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇതിപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് നമ്മൾ മുകളിലേക്ക് കൊടുത്ത ഫോഴ്സാണ്. എന്നാൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? മൈനസ് ഡി വി ബൈ ഡി എച്ച് എന്നാണ്. വേർ എഫ് ഇസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എഫ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ പഠിച്ച ഫോഴ്സ് ഗ്രാവിറ്റേഷണലാണ്. അയാൾ മൂലം അല്ലെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത് വഴി ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്യുന്ന ഊർജ്ജമാണ് പൊട്ടൻഷ്യൽ എനർജി വി എങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എച്ച്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മൈനസ് ഡി വി ബൈ എച്ച് ഒന്ന് പഠിച്ചു വച്ചിരിക്കുക. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്. ഓക്കെ.